ഇന്ന് നിന്റെ ബർത്ത്ഡേ ആയിട്ട് ഞാൻ നിനക്കൊരു സർപ്രൈസ് തരുമെന്ന് പറഞ്ഞില്ലേ? ഇതാണ് ആ സർപ്രൈസ്. നമ്മൾ ഇവിടെ നിന്ന് ലഞ്ച് കഴിക്കണം. എന്റെ പൊന്നോ, എങ്ങനെയുണ്ട്? സൂപ്പർ, അടിപൊളി ആംബിയൻസ്. ഈ ബർത്ത്ഡേ നമ്മൾ ഇവിടെ ആഘോഷിക്കുന്നു. നിന്റെ അടുത്ത ബർത്ത്ഡേ നമ്മൾ എവിടെ ആഘോഷിക്കാൻ പോണെന്ന് അറിയാമോ? എവിടെയാ? ദുബായില് ബുർജ് ഖലീഫയുടെ 163ാമത്തെ നിലയില് ഇതേപോലെ ഒരു ടേബിളിൽ നിന്നെ കൊണ്ടുപോയിരുത്തിയിട്ട് അവിടത്തെ ഒരു ഫേമസ് സാധനം ഉണ്ട്. എന്തുവാ? അൽ ബുർജ് അറബ് ജ്യൂസ്. അത് ഞാൻ നിനക്ക് അങ്ങോട്ട് മേടിച്ചു തരും. മോനെ ലോകേഷേ, നമ്മൾ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് നിന്റെ ബൈക്കിന്റെ പെട്രോൾ തീർന്ന് വഴി കിടന്നിട്ട് 1/2 മണിക്കൂർ ചരിച്ചിട്ട് കിക്കർ അടിച്ചിട്ടാണ് അതൊന്ന് സ്റ്റാർട്ട് ആയത്. 100 രൂപയുടെ പെട്രോൾ വാങ്ങിക്കാൻ ഗതിയില്ലാത്തവനാണ് എന്റെ അടുത്ത ബർത്ത്ഡേക്ക് എന്നെ കൊണ്ട് ദുബായിക്ക് പോയിട്ട് എത്രാമത്തെ നില എന്നാ പറഞ്ഞത്? 163. എന്നിട്ട് എന്താ എനിക്ക് വാങ്ങിച്ചിരുന്നത്? അൽ ബുർജ് അറബ് ജ്യൂസ്. ഇപ്പൊ തന്നെ. അയ്യോ, എന്റെ സാറ് ഇടക്കിടക്ക് വിളിച്ചുകൊണ്ടിരിപ്പുണ്ട്. ഒരു മിനിറ്റ്, ഞാൻ ഇപ്പൊ പെട്ടെന്ന് വരണേ. നിന്റെ വാക്കും കേട്ടുകൊണ്ട് ഞാൻ അവളെയും കൊണ്ട് ദേ റെസ്റ്റോറന്റിൽ വന്നിട്ടാ. നീ ഗൂഗിൾ പേ ചെയ്ത് തരാന്ന് പറഞ്ഞിട്ട് ഇതുവരെ ചെയ്തിട്ടില്ല. അളിയ 2000 രൂപ മതി. അവള് ഡയറ്റാണ്, കൂടുതലായിട്ടൊന്നും കഴിക്കുന്നില്ല. എന്നെ ടെൻഷൻ അടിപ്പിക്കാതെ പൈസ ഇങ്ങോട്ട്. ഓക്കെ ഓക്കെ ഓക്കെ, ഇനി ഞാൻ വിളിക്കൂലേ? ആ ശരി, ഓക്കെ. അതെ, നിങ്ങൾ ആ ചെയറിൽ വന്നിരിക്കുകയാണെങ്കിൽ നമുക്കൊന്ന് ഓർഡർ എടുക്കായിരുന്നു. മനസ്സിലായില്ല? ഞാൻ ഇതിന്റെ ഓർഡറാണ്. ഓ ഓക്കെ 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 ഓക്കെ. ഹോട്ടലാണ്. ഒരു 2 മിനിറ്റ് ഞാൻ ജിപേയിൽ ഒന്ന് കയറിക്കോട്ടെ. നിങ്ങൾ 2 വീലറിലല്ലേ വന്നത്? ഇപ്പൊ ജിപേ കയറിട്ട് എപ്പോ വന്നിരുന്ന് കഴിക്കാനാണ്? അയ്യോ, ജിപേ എന്ന് ഉദ്ദേശിച്ചത് ഗൂഗിൾ പേ. ഓക്കെ ഓക്കെ ഓക്കെ. ഞാൻ കഴിഞ്ഞോ? കഴിഞ്ഞു കഴിഞ്ഞു. സാറിന് എന്നെ ഇടക്കിടക്ക് ഇങ്ങനെ കൂടെ കൂടെ വിളിച്ചുകൊണ്ടിരിക്കണം. എന്ത് ചെയ്യാൻ, ഭയങ്കര കാര്യമാണ്. ഭയങ്കര തിരക്കാന്ന് പറയാ, ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കല്ലേ എന്ന് പറ. സാറില്ല, സാറല്ലേ. ഞങ്ങളൊന്നും ഓർഡർ ചെയ്തില്ലല്ലോ. പറയാം പറയാം പറയാം, എല്ലാ കാര്യങ്ങളും പറയാം. നമുക്ക് ഇവിടുത്തെ വെറൈറ്റിയും കാര്യങ്ങളൊക്കെ പറയാം. ഇവിടെ വന്നിട്ടുണ്ടല്ലോ. ഞാനോ? വന്നിട്ടുണ്ട്. ചേട്ടന് തെറ്റുപറ്റിയതാണ്. ഞാൻ ഈ റെസ്റ്റോറന്റിൽ ആദ്യമായിട്ടാണ് വരുന്നത്. ചേട്ടൻ എന്നെ പോലത്തെ ഏതെങ്കിലും ഒരു ഫിലിം സ്റ്റാർ ഇവിടെ വന്നിട്ടുണ്ടാവും, അങ്ങനെ കണ്ടതായിരിക്കും. എന്തോ വല്ല കോമഡി പറഞ്ഞോളൂ. ഫിലിം സ്റ്റാർ എന്ന് പറഞ്ഞു. ഓക്കെ ഓക്കെ. അപ്പൊ എന്താ ചേട്ടാ നമ്മുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിക്കൻ കണസ കുണസ, ചിക്കൻ ദൂർത്തുണ്ട്, ബീഫ് മെനക്കേടുണ്ട്, അങ്ങനത്തെ കുറെ സാധനങ്ങൾ. ഇതെന്താ ഇങ്ങനത്തെ പേരൊക്കെ? ഇതൊക്കെ ഇവിടുത്തെ ഷെഫ് ഇടുന്ന പേരാണ്. അതാ ഷെഫ് അങ്ങനത്തെ പേരൊക്കെ ഇടുന്നത്? അവൻ 2 മാസമായിട്ട് ലീവ് ചോദിച്ചിട്ട് നേരെ ഇതുവരെ കൊടുത്തിട്ടില്ല. അതിന്റെ ഒരു കലിപ്പില് അപ്പൊ പുള്ളി വൈരാഗ്യം തീർക്കുന്നത് ഈ ഡിഷസിനൊക്കെ ഓരോ പേരിട്ടിട്ടാണ്. അടിപൊളിയല്ലേ? അതെ അതെ, നല്ലതാണല്ലോ. എല്ലാം നല്ല സാധനം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ചിക്കൻ കണസ കുണസ, ചിക്കൻ കണസ കുണസ ഒരു 2 എണ്ണം എടുത്തോ. മേഘന, ഡയറ്റാണ് നീ? ഡയറ്റ് ആണെങ്കിൽ എന്താ, ഞാൻ കഴിക്കൂല. ഞാൻ ഒരെണ്ണേ കഴിക്കുള്ളൂ. ഒരെണ്ണം അമ്മുമ്മ കഴിക്കും. അമ്മയൊക്കെ കഴിച്ച് കൊളസ്ട്രോൾ കൂട്ടണം. കണസ അമ്മൂമ്മക്ക് നല്ലതാണത്. പിന്നെന്താ പറഞ്ഞത്? ബീഫ് ദൂർത്തോ? ബീഫ് മെനക്കേട്. ബീഫ് മെനക്കേട് ഒരു 5 എണ്ണം എടുത്തോ. എനിക്കല്ല, നോക്കണ്ട. ചേച്ചിയുടെ മക്കളെല്ലാരും വന്നിട്ടുണ്ട് വീട്ടില്, അവർക്ക് കൊടുക്കണ്ടേ? എന്റെ ബർത്ത്ഡേ അല്ലേ. പിന്നെ വേറെന്താ? ചിക്കൻ ദൂർത്ത്, അതൊരു 3 എണ്ണം മതി. നല്ലതാണത്. ഭയങ്കര ദൂർത്താണത്, അത് വേണോ? മമ്മിക്ക് വേണം. മമ്മിക്കൊക്കെ പറ്റിയ സാധനമാണ്. അപ്പൊ ഇത് ഇത്രയും പാഴ്സൽ എടുത്തോ. പിന്നെ എനിക്ക് ഇപ്പൊ കുടിക്കാനായിട്ട് ഫ്രഷ് ആയിട്ട് എന്താ ഉള്ളത്? മുസംബി ആയാലോ? പിന്നെ ഞാനിപ്പോ മുസംബി അടിച്ചിരിക്കുകയാണല്ലോ. അപ്പൊ മുസംബി കുടിക്കാം. 2 എണ്ണം. നീ കഴിക്ക്. അതിന്റെ ഇടയിൽ സാറ് വിളിച്ചു. ഫോൺ സൈലന്റ് ആണ്. സാറ് ഒരു മിനിറ്റ്. സാറ് എന്തിനാ എപ്പോഴും വിളിച്ചോണ്ടിരിക്കുന്നത്? നീ കഴിക്കടിയർ, ഞാൻ വരേണ്. ഒരു മിനിറ്റ്, പെട്ടെന്ന് വരണേ. അളിയ പൈസ ഇടാത്തെന്താടാ? എടാ, എങ്ങനെയെങ്കിലും നീ പൈസ ഇട്. അതെ, 2000 പോരാതെ വരൂട്ടാ. അവള് ഡയറ്റാണെന്നും പറഞ്ഞ അവളുടെ കുടുംബക്കാർക്ക് മൊത്തം സാധനങ്ങൾ മേടിച്ചേക്കാണ്. നീ ഒരു 5 രൂപ ഇട്ടോ. ഇല്ല പേടിക്കണ്ട, ഞാൻ ഇട്ട് തരാടാ. എടാ, എന്നെ ടെൻഷൻ അടിപ്പിക്കില്ലട്ടാ. ഇടണോട്ടാ, പൈസ ഇപ്പൊ തന്നെ ഇട്ടേക്കണേ. ഓക്കെ ഓക്കെ അളിയ, ഓക്കെ. സാറേ, ശരി 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 സാറേ, വൈകിട്ട് ഞാൻ അങ്ങോട്ട് വരാം. ഓക്കെ, കഴിഞ്ഞോ? എന്നാലും ലോകേഷിന് എന്നോട് ഇത്ര സ്നേഹം ഉണ്ടെന്ന് ഞാൻ വിചാരിച്ചില്ലല്ലോ. ലോഷനാ? സ്നേഹം വരുമ്പോ ഞാൻ എങ്ങനെയാ സാധാരണ വിളിക്കാറ്? ലോഷൻ അല്ലേ? എക്സ്ക്യൂസ് മീ, സോറി, മൈ മിസ്റ്റേക്ക്. നമ്മുടെ മിസ്റ്റേക്ക് ആണ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് മാറി തരണം. മാക്കറി കയറിയിട്ടുണ്ട് ഇവിടെ. ഞാൻ നിങ്ങൾ അപ്പുറത്തെ ടേബിളിലേക്ക് ഞാൻ ക്ലീൻ ചെയ്തു തരാം. ഇല്ല, ഇവിടെ ഒന്നുമില്ല. ശബ്ദം കേട്ടത് മാക്കറിയുടെ ശബ്ദം ഞാൻ കേട്ടു. ആ ശബ്ദം ഇന്ന്
നേരത്തെ വിളിച്ച പോലെ മേഘ എന്നൊന്ന് വിളിച്ചു. ആ ഇത് തന്നെ ഇത് തന്നെ. അയ്യോ നിങ്ങൾ വിളിച്ചായിരുന്നല്ലേ അത്? അയ്യോ ഇത് മാക്രിയല്ല. അതെ, എനിക്ക് പ്രണയം കൂടുമ്പോ എന്റെ തൊണ്ടയില് വെള്ളം പറ്റി പോകും, അന്നേരം ഡ്രൈ ആവും. അപ്പൊ അങ്ങനെ എങ്ങനെ സഹിക്കുന്നത്? ഞങ്ങൾ ഇവിടെ തന്നെ ഇരുന്നോളാം. കുഴപ്പമില്ല കുഴപ്പമില്ല. മകറിയല്ലാട്ടോ. സോറി സോറി സോറി. കഴിക്ക് കഴിക്ക് കഴിക്ക്. ഞാൻ ഫുഡ് കഴിക്കാൻ വന്നതാടി. ആണോ? അപ്പൊ നോക്കിയപ്പോ നല്ല ഫുഡ്. അപ്പൊ പിന്നെ പിള്ളേർക്കും കൂടെ പാർസൽ ചെയ്യാൻ പറഞ്ഞു. ആണോ? നീ എന്താ ഇവിടെ? ഞാനിവിടെ വെറുതെ. ആണോ? ഇവിടെ ഇതാരാ? ഇതെന്റെ ഫുഡ്. എന്താ പേര്? ഡോൾബി. ഡോൾബിന്ന് വീട്ടിൽ വിളിക്കുന്നതാ, ശരിക്കും പേര് ലോകേഷ്. ലോകേഷ്. ലോകേഷ് ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്. അയ്യോ, എന്റെ വൈറലായ ഷോർട്ട് ഫിലിം കണ്ടു കാണും. കങ്കാരുൻ എന്തൊരു സഞ്ചി, അടിപൊളി ഷോർട്ട് ഫിലിമാ. അതല്ല ഞാൻ ശരിക്കും എവിടെയോ കണ്ടിട്ടുണ്ട്. എവിടെ? എന്റെ വീട്ടിലെ കിണറ്റിൽ പൂച്ച വീണപ്പോഴേ പൂച്ച എടുക്കാൻ വേണ്ടിട്ട് ഓമനക്കുട്ടന്റെ കൂടെ വന്നത് ലോകേഷ് അല്ലേ? ഓർമ്മയുണ്ടോ പൂച്ച എടുത്തത്? അത് പിന്നെ ലോകേഷ് ആയിരിക്കത്തില്ല. ലോകേഷ് യുകെയിലാ. യുകെയില് കൊറേ നാളായിട്ട് യുകെയിലാ. എന്നാ പിന്നെ അതായിരിക്കും. പറയാൻ മറന്നു. ഹാപ്പി ബർത്ത്ഡേ ടു യു. സ്റ്റോറി ഉണ്ടായിരുന്നു ഇൻസ്റ്റയില്. എനിക്ക് സർപ്രൈസ് തരാൻ വേണ്ടിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നു. ആണോ? എടി എനിക്ക് എന്തെങ്കിലും ചെലവ് എടി. അയ്യോ, എന്നാ നീ ഞങ്ങളുടെ ഇരുന്ന് കഴിക്കുവാ. ഞാൻ കഴിച്ചില്ലേ? കഴിച്ചോ? ബില്ലായിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ ആ ബില്ല് ഞാൻ സെറ്റിൽ ചെയ്തോളാം. അയ്യോ വേണ്ട, ഞാൻ ചുമ്മാ തമാശ കുഴപ്പമില്ല, ഞങ്ങൾ കൊടുത്തോളാന്ന്. ഞങ്ങൾ കൊടുത്തോളാം. ഒത്തിരി വേണ്ട, കുഴപ്പമില്ല, ലോഷ് കൊടുക്കും. 7500. സാരമില്ല, ഇപ്പൊ നിനക്ക് ഹാപ്പി ആയില്ലേ? ഇനി ഞാൻ ചെലവ് ചെയ്തില്ലെന്നൊന്നും പറയത്തില്ലല്ലോ. ശരി, എടി വിളിക്കണേടി. വിളിക്കാം. ഓക്കെ ബൈ ബൈ. അതെ, നിങ്ങൾ അവളുടെ വീട്ടില് കിണറ്റില് പൂച്ചനെ പിടിക്കാൻ പോയാ നിങ്ങള്? എടി ചുമ്മാ, ഞാൻ യുകെയിലായിരുന്നില്ലേ? യുകെയില്? അപ്പൊ എന്റെ വായില് യുകെന്ന് വന്നത് കൊണ്ട് രക്ഷപ്പെട്ടു. 5000 രൂപ കിട്ടുമെന്ന് പറഞ്ഞാൽ ഞാൻ പോയതാണ്. 5000 രൂപ കിട്ടുമെന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ പോകാവോ ലോകേഷ് ഏട്ടാ? ആ 5000 രൂപ കിട്ടിയ കാശ് കൊണ്ടാണ് നിനക്ക് ഞാൻ ബർത്ത്ഡേ ഈ സാധനം ഗിഫ്റ്റ്, ഈ ചുരിദാർ മേടിച്ചു തന്നേക്കണത്. അന്നേ കുഴപ്പമില്ല, മേലെ ഇനി ഇത് ആവർത്തിച്ചു പോരും. ബില്ലായിട്ടുണ്ടേ. ഇപ്പൊ ഒരു ബില്ല് തന്നല്ലോ. അത് മുമ്പേ നിങ്ങളുടെ ഫ്രണ്ടിന്റെ ബില്ലല്ലേ അത്? അതെ, ഇത് നിങ്ങളുടെ ബില്ല്. ഇത് നമ്മുടെ ബില്ല്. നമ്മുടെ. ഇനി ആരെങ്കിലും കഴിച്ചവരൊക്കെ ഉണ്ടോ? ബില്ലുണ്ടെങ്കിൽ ഞാൻ സെറ്റിൽ ചെയ്യാം. അങ്ങനെയാണ് ഞങ്ങൾ കൊടുക്കാം, കാരണം എന്റെ ബർത്ത്ഡേ ആണ്. ഞാൻ ചുമ്മാ തമാശ പറഞ്ഞതാണ്. സെറ്റിൽ ചെയ്യാട്ടോ. ഓക്കെ, എന്നാ അതൊക്കെ സെറ്റിൽ ചെയ്യാം. ഞാൻ ഒന്ന് വാഷ്റൂമിൽ പോയിട്ട് വരട്ടെ. മൊത്തം 9999 രൂപ. ദൈവമേ, അവന് ഇതേവരെ പൈസ ഇട്ടിട്ടില്ല. സ്വിച്ച് ഓഫാ. ദൈവമേ, ഇനിയിപ്പോ ഇവിടുന്ന് ഒന്നുകൂടി വിളിച്ചോട്ടെ. പണി പാടിയല്ല. ബില്ല് സെറ്റിൽ ചെയ്തോ? പോവാലോ നമുക്ക്. അതെ, ആ ഇപ്പൊ നീ അങ്ങോട്ട് പോയപ്പോ സാറ് വിളിച്ചിരുന്നു. എന്നിട്ട് സാറ് പറഞ്ഞ് ഞാനിവിടെ ഉണ്ടെന്ന് പറഞ്ഞു സാറിനോട്. അപ്പൊ സാറ് പറഞ്ഞ് ഒരു മീറ്റിംഗ് ഉണ്ട്, സാറ് ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞു. ഇങ്ങോട്ട് വരാന്നോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ വെയിറ്റ് ചെയ്യാം. അപ്പൊ എനിക്ക് സാറിനെ ഒന്ന് കാണാലോ. നീ ഇരിക്കട്ടാ, പിന്നെ നിന്റെ കാര്യം ഞാൻ സാറിനോട് പറഞ്ഞിട്ടില്ല. അത് വേറൊരു ഇതിനകത്ത് പറയാന്ന്. ഞാനൊന്ന് പരിചയപ്പെടാം. ഇപ്പൊ വേണ്ട, നീ പൊക്കോ. ഒറ്റയ്ക്ക് പോവാനോ? നീ ഒരു ഓട്ടോ വിളിച്ചു പോ. ഓട്ടോയെ കുറിച്ച് പോകാൻ എന്റെ പൈസ ഇല്ല. പൈസ 100 രൂപ. പൈസ ഇല്ലേ? ഇല്ല. ഒരു കാര്യം ചെയ്യ്, നീ ഒരു ഓട്ടോ വിളിച്ചു പൊക്കോ. എന്നിട്ട് അവിടെ എത്തുമ്പോ ആ ഓട്ടോക്കാരന്റെ നമ്പർ ഇങ്ങോട്ട് അയച്ചാൽ മതി. ഞാനത് ഗൂഗിൾ പേ ചെയ്തേക്കാം. പെട്ടെന്ന് വരണേ, കേക്ക് വാങ്ങിച്ചോണ്ട് വരണം. കേക്കൊക്കെ മേടിച്ചിടും വരാം. അപ്പൊ റെഡിയാണ്, പാഴ്സൽ റെഡിയാണ്. ബില്ല് തന്നില്ല. ബില്ല് ഓക്കെ. 9999 രൂപ. രണ്ടും കൂടെ വരുമ്പോ അത്രയും വരും. ചെറിയൊരു അബദ്ധം പറ്റിയിട്ടുണ്ട്. എന്താണ്? എന്റെ ഒരു സുഹൃത്ത് ഗൂഗിൾ പേ ചെയ്യാമെന്ന് പറഞ്ഞു. എന്റെ ഫോണിൽ ക്യാഷ് ഇല്ല, എന്റെ കയ്യിലും പേപ്പർ ക്യാഷ് ഒന്നുമില്ല. അപ്പൊ അവനത് ചെയ്യാന്ന് പറഞ്ഞു. പക്ഷെ ഈ നിമിഷം വരെ അവനത് ചെയ്തിട്ടില്ല. കാരണം റേഞ്ച് ഇല്ലാത്തൊരു സ്ഥലത്താണെന്ന് തോന്നുന്നു. പൈസ ഇപ്പൊ ഇട്ടു തരും, പക്ഷെ അത് ഇട്ടിട്ട് ഞാൻ അങ്ങോട്ട് പൈസ ഇട്ട് തന്നാ പോരെ നിങ്ങക്ക്? അത് മതി. നിങ്ങളുടെ കൂട്ടുകാരൻ നിങ്ങൾക്ക് ആ പൈസ ഇട്ട് തരുമ്പോഴത്തേക്ക് എനിക്ക് നമ്മുടെ നമ്പറിലേക്ക് ഗൂഗിൾ പേ ചെയ്ത് തന്നാ മതി. എന്റെ ചേട്ടാ, ഇപ്പോഴാണ് എനിക്കൊരു ആശ്വാസമായത്. കാരണം ചേട്ടൻ ഇത് എങ്ങനെ ആക്സെപ്റ്റ് ചെയ്യുമെന്ന് എനിക്കറിയില്ലായിരുന്നല്ലോ. അങ്ങ് നമ്മൾ ഇവിടെ എത്രയോ ആൾക്കാർ വരുന്നതാണ്, നമുക്കറിയില്ലേ. ഇവനൊരു പ്രത്യേക ടൈപ്പ് സ്വഭാവക്കാരനാണ്. ചിലപ്പോ ഇന്ന് സ്വിച്ച് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നാളെ രാവിലേക്ക് സ്വിച്ച് ഓൺ ചെയ്യാറുള്ളൂ. അയാൾ എപ്പോഴാണ് സ്വിച്ച് ഓൺ ആകണത് ആ സമയത്ത് അവനിടുമ്പോ ആ പൈസ ഇങ്ങോട്ട് ഇട്ടാ മതി. മതി ചേട്ടാ, മതി. ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല. ഈ ഉപകാരം ഞാൻ ഒരിക്കലും. പക്ഷെ അതുവരെ ഇവിടെ ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരുപാട് കാര്യങ്ങളുണ്ട്. വാ, ചിക്കൻ മെനക്കേട് ഉണ്ടാക്കാനുണ്ട്, ബീഫ് ദൂർത്തുണ്ട്, ഇവിടെ കുറെ പരിപാടിയുണ്ട്, ഇവിടെ ക്ലീനിങ് ഉണ്ട്. ഒരുപാട് പരിപാടികളുണ്ടല്ലോ. അയാൾ എപ്പോഴാണ് പൈസ ഇട്ടിരുന്നത് ആ സമയത്ത് ഇട്ട് തന്നാ മതി.
ഞാൻ തന്നെ ക്ലീൻ ചെയ്യണമല്ലോ. ആ നിങ്ങൾ തന്നെ ക്ലീൻ ചെയ്യാം. നടക്കട്ടെ, പരിപാടി നടക്കട്ടെ. ലോകേഷേ, ആ നീ എന്താണ് ഇവിടെ നിന്ന് ക്ലീൻ ചെയ്യുന്നത്? അല്ല നീ എന്താ തിരിച്ചു വന്നത്? എന്റെ പേഴ്സ് ഇവിടെ വെച്ച് മറന്നുപോയി. ആ അല്ല നിന്നെ സാറുമായിട്ട് മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞിട്ട്. എടി സാറുമായിട്ട് മീറ്റിംഗ് ഉണ്ട്. ആ സാറാണ് ഈ വൃത്തിയുടെ ആളാണ്. ഞാൻ നോക്കിയപ്പോ ഇവിടെയൊക്കെ ഫുഡ് വേസ്റ്റ് ഒക്കെ കിടന്ന് ആകെ അലമ്പായിട്ട്. അപ്പൊ ഞാൻ അങ്ങോട്ട് വൃത്തിയാക്കിയേക്കാന്ന് കരുതിയ. അതിന് നീ എന്തിനാ വൃത്തിയാക്കുന്നത്? ഇവിടെ കുറെ ആളുകളില്ല, അവരോട് പറ. അല്ലടി നമ്മുടെ ജോലിയുടെ സാറിന്റെ കേസാണല്ലോ, അതുകൊണ്ടാണ്. ഒരു സംഭവമല്ല, അവനിവിടെ പൈസ തരാൻ നേരത്തെ അവന്റെ ഗൂഗിൾ പേ പൈസ ഇല്ല. അവന്റെ കൂട്ടുകാരൻ ഇട്ടിട്ട് തരാമെന്ന്. അപ്പൊ മതി, അവന്റെ കൂട്ടുകാരൻ ഇടുമ്പോ ഇട്ടിട്ട് വന്നാൽ മതി. അതുവരെ ഇവിടെ ബാത്റൂം ക്ലീൻ ചെയ്യാനുണ്ട്, ഫ്ലോർ ക്ലീൻ ചെയ്യാനുണ്ട്, പാത്രം കഴുകാനുണ്ട്, കുറെ സാധനങ്ങൾ ചെയ്യാനുണ്ട് അവന്. പൈസ ഇല്ലേ കയ്യില്? അവന് ഇട്ട് തരാന്ന് പറഞ്ഞിട്ട് ഇതേവരെ ഇട്ട് തന്നില്ല. അത് ഇനി കുഴപ്പമില്ല ചേട്ടാ. ഇനിയിപ്പൊ ഇവളും കൂടി വന്നില്ല, ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ക്ലീൻ ചെയ്ത് എന്ത് വേണമെങ്കിലും ചെയ്ത് പെട്ടെന്ന് തീർത്തിട്ട് ഞങ്ങൾ ഇവിടുന്ന് പൊക്കോളാം. എന്തോ അല്ല നമ്മ ഒരുമിച്ച് അങ്ങോട്ട് ചെയ്യുമെന്ന് ഞാൻ പറയണം. നമ്മൾ ഒരുമിച്ചാ? ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? എന്റെ ബർത്ത്ഡേ. എന്നിട്ട് ഞാൻ ഇവിടെ നിന്ന് ക്ലീൻ ചെയ്യണം. നീ ഒറ്റക്ക് നിന്ന് അങ്ങോട്ട് ക്ലീൻ ചെയ്താൽ മതി, ഞാൻ പോവാ. എന്ത് നിന്റെ ലോകേഷിന് ഇട്ടിട്ട് നീ പോവേണ? നിങ്ങള് ലോകേഷ് അല്ല, ലോക തോൽവീഷ. മര്യാദക്ക് അവിടുന്ന് പണിയതോ. ക്ലീൻ ചെയ്യാൻ അങ്ങോട്ട്